സെനഗലിനോട് 24 വർഷം മുമ്പത്തെ ആ കണക്ക് ഫ്രാൻസ് പലിശ സഹിതം തീർത്തിരിക്കുന്നു. ഫ്രഞ്ച് പടയ്ക്ക് നന്ദി ഒറ്റപ്പേരിനോട് മാത്രം, കിലിയൻ എംബാപ്പെ. ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയിൽ കിലിയൻ എംബാപ്പെ ഒരിക്കൽ കൂടി കൊമ്പുകുലുക്കി പാഞ്ഞപ്പോൾ ഫ്രാൻസ് സെനഗലിനെ 3-1 തകർക്കുകയായിരുന്നു. ആരാധകർ ഒരിക്കലും അത് മറക്കാനിടയില്ല. ഇതിനു മുമ്പ് ഫ്രാൻസും സെനഗലും നേർക്കുനേർ വന്ന മത്സരം. അന്ന് സെനഗൽ നടത്തിയത് ലോകകപ്പ് ചരിത്രത്തിലെ വിഖ്യാതമായ അട്ടിമറി. സിസു മാജിക്കിൽ 1998 ലോകകപ്പ് ഉയർത്തിയ ആത്മവിശ്വാസത്തിലായിരുന്നു 2002 ലോകകപ്പിനായി ഏഷ്യയിലേക്ക് ഫ്രാൻസിന്റെ വരവ്. എന്നാൽ അത് ഫ്രഞ്ച് ടീമിന് മറക്കാനാവാത്ത നാണക്കേടായി. സോളിലെ വേൾഡ് കപ്പ് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന മത്സരത്തിൽ ഫ്രാൻസിന് എതിരാളിയായി വന്നത് മുമ്പ് തങ്ങളുടെ കോളനി രാജ്യമായിരുന്ന സെനഗലാണ്. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ സെനഗലിന്റെ ആദ്യ മത്സരം കൂടിയായിരുന്നു അത്. പരിക്കേറ്റ സിസു കളത്തിലില്ല. അപ്പോഴും തിയറി ഹെൻറിയും പാട്രിക് വിയേരയുമുള്ള ഫ്രഞ്ച് പട അതിശക്തർ. എന്നാൽ 30-ാം മിനിറ്റിൽ പാപ്പാബോവ നേടിയ ഒറ്റ ഗോളിൽ സെനഗൽ ഫ്രാൻസിനെതിരെ അന്ന് അട്ടിമറി ജയം സ്വന്തമാക്കി. ആ പതർച്ച ഫ്രാൻസിനെ ടൂർണമെന്റിലുടനീളം വലച്ചു. ഒരു വിജയം പോലും നേടാനാവാതെ വന്ന ഫ്രാൻസ് ഗ്രൂപ്പ് ഘട്ടം കടന്നില്ല. കപ്പ് തിരിച്ചേൽപ്പിച്ചെന്നോളം ഫ്രഞ്ച് ടീം നാട്ടിലേക്ക് മടങ്ങി. ഈ സംഭവത്തിനു ശേഷം ഫ്രാൻസും സെനഗലും ഫുട്ബോൾ ലോകകപ്പിൽ മുഖാമുഖം വന്നത് ഇപ്പോഴാണ്, 2026 ഫിഫ ലോകകപ്പിൽ. ഇക്കുറിയും സെനഗലിന്റെ അത്ഭുതം പ്രതീക്ഷിച്ചവരേറെ. കാരണം സാദിയോ മാനെയാണ് സെനഗലിന്റെ എഞ്ചിൻ. എന്നാൽ ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ആദ്യ പകുതിയിൽ സുവർണാവസരങ്ങൾ പാഴാക്കിയ സെനഗൽ കനത്ത വില നൽകേണ്ടി വന്നു. 66-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പയുടെ കൂൾ ഫിനിഷിൽ ഫ്രഞ്ച് പട മുന്നിലെത്തി. 82-ാം മിനിറ്റിൽ സൂപ്പർ സബ് ബ്രാഡ്ലി ബർക്കോള ഫ്രാൻസിന്റെ ലീഡ് ഉയർത്തി. എന്നാൽ ഇഞ്ചുറി സമയത്ത് ഇബ്രാഹിം ബയയുടെ സുന്ദരൻ പവർ ഷൂട്ട് സെനഗലിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. പക്ഷേ സെനഗൽ ആരാധകരുടെ ആഘോഷം ഒരു മിനിറ്റ് പിന്നിടും മുമ്പ് അവരുടെ നെഞ്ചിൽ കനൽ കോരിയിട്ട് എംബാപ്പയുടെ രണ്ടാം ഗോളെത്തി. എംബാപ്പയുടെ ലോങ് റേഞ്ചർ സെനഗലിന്റെ നെഞ്ചകം തകർത്തു. 96-ാം മിനിറ്റിൽ ഒരുപക്ഷെ എംബാപ്പയ്ക്ക് മാത്രം നേടാനാവുന്ന ഗോൾ. അതോടെ ഫ്രാൻസിന് 3-1 ജയം. 24 വർഷത്തെ കാത്തിരിപ്പിന് മധുര പ്രതികാരത്തോടെ അവസാനം. 2002 സെനഗൽ ഫ്രാൻസിനെ നാണം കെടുത്തിയപ്പോൾ ഒരു ബാലനുണ്ടായിരുന്നു. ഇന്ന് അയാളാണ് ഫ്രഞ്ച് പടയുടെ മിന്നും ജയത്തിലെ ഹീറോ, കിലിയൻ എംബാപ്പെ. ഫ്രാൻസിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് മത്സരത്തിനിടെ പേരിലാക്കിയ എംബാപ്പെ മിസ്റ്റർ വേൾഡ് കപ്പ് തന്നെ.